ഇതിലൊപ്പിട്. ദാ ഇവിടെ. സ്ത്രീ ഒരു പളുങ്ക് പാത്രാണ്. ഒരിടത്തിരുന്നാൽ കാണാൻ നല്ല ഭംഗി. പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലോ തറയിൽ വീണുടഞ്ഞ് നാശാകോശമായി പോകും. സ്ത്രീ ഹൃദയത്തിന്റെ ഒരു എക്സ്പേർട്ടാണ് ഞാൻ. ഇന്ന് മധുവിധുരാത്രിയാണ്. എന്നാൽ ഇത് സാധാരണ മധുവിധുരാത്രിയല്ല. അവളുടെ ഹൃദയം മറ്റൊരാളിൽ നിന്ന് പറിച്ചെടുത്തോണ്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. പിന്നെ കല്യാണമായിട്ട് ഞാൻ സമ്മാനമൊന്നും തന്നില്ല. ഇപ്പൊ തന്നേക്കാം. രണ്ടുപേരും സംസാരിച്ച് ബോറടിക്കുമ്പോ വായിച്ച് രസിക്കാലോ. എന്റെ നോവലാ ചിറകൊടിഞ്ഞ കിനാവുകൾ. വെച്ചോളൂ. അയ്യോ, ഇനി നോവൽ നിന്റെ കണ്ട അപ്പം നിന്റെ കഴിഞ്ഞാൻ പറ്റും. അംബുജാഷ, ഗുഡ് നൈറ്റ്. നേരുന്നു ശുഭരാത്രി, നേരുന്നു ശുഭരാത്രി, നേരുന്നു നേരുന്നു ശുഭരാത്രി, ശുഭരാത്രി. തനിച്ചിരുന്ന് ബോറടിച്ചോ? ഞാനൊരല്പം താമസിച്ചു പോയി. ബോംബെയിൽ നിന്ന് ചില ഫോൺ കോൾസ്. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം ഇന്ന് തുടങ്ങാണ്. ഒന്നോർത്താൽ എല്ലാം വിധിയല്ലേ? അല്ലെങ്കിൽ ഞാനിവിടെ വരാനും തന്നെ കാണാനും ഇഷ്ടപ്പെടാനും ഇപ്പോഴിതാ താൻ എൻ്റെ ഭാര്യയാവാനും ഒക്കെ എല്ലാം ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവണം. ഇതുവരെ നടന്നതൊക്കെ നമുക്ക് മറക്കാം. നന്നായി, എല്ലാം നന്നായി. നിങ്ങൾ സമർത്ഥനാണ്. നിങ്ങൾ ആഗ്രഹിച്ചിടത്ത് കാര്യങ്ങളൊക്കെ എത്തിയല്ലോ. പക്ഷേ ജയിച്ചു എന്ന് നിങ്ങൾ അഹങ്കരിക്കണ്ട. നിങ്ങൾക്ക് ജയിക്കാനല്ല, നിങ്ങളുടെ മുമ്പിൽ എന്റെ അച്ഛനും എന്റെ കുടുംബവും തോൽക്കാതിരിക്കാനാണ് ഞാൻ തോറ്റു തന്നത്. എന്നിട്ടും ഇപ്പോഴും തോറ്റത് നിങ്ങൾ തന്നെയാണ്. അറിയോ? ജയിക്കാനും തോൽക്കാനും ഇതെന്താ ഫുട്ബോൾ കളിയോ? താൻ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയുന്നത് താൻ കേൾക്കണം. ആദ്യം നമുക്ക് ഈ കാസറ്റ് ഒന്ന് കാണാം. മലബാറിലൊക്കെയുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ കല്യാണത്തിന് മച്ചുനൻ പണം എന്നൊരു ഏർപ്പാടുണ്ട്. തന്റെ മുറപ്പണിനെ മറ്റൊരുത്തന്റെ ഭാര്യയായി വിട്ടുകൊടുക്കുന്നതിനുള്ള ആചാരപ്പണം. ഇത് അതുപോലെ കരുതിയാൽ മതി. പക്ഷേ അത് നിസ്സാര തുകയാ. ഇത് ലക്ഷങ്ങളാ. അനുരാധയെ വിട്ടുകിട്ടാനുള്ള തുക. ഒടുവിൽ നിനക്ക് നല്ല ബുദ്ധി തോന്നിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ എനിക്ക് എന്റെ അനിയനെ പോലെയാണ് ശരത്തെ. നീ നന്നാവണം. അല്ലാതെ ചുമ്മാ ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് പാഴാക്കാനുള്ള അല്ല നിന്റെ ജീവിതം. പറയസേ, ഇതങ്ങോട്ട് കൊടുത്തേ. വാങ്ങിക്കേ. ഓൾ ദ ബെസ്റ്റ്. ഞാനൊരു ബിസിനസ്സുകാരനല്ലേ. പണം മുടക്കിയത് എനിക്കൊരു തെളിവ് വേണ്ടേ? അതുകൊണ്ട് അവൻ അറിയാതെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തായത്. ഇത് തന്നെ കാണിക്കേണ്ട കാര്യമെന്നാണ് ആദ്യം എനിക്ക് തോന്നിയത്. പക്ഷേ പിന്നെ തോന്നി താൻ അറിയണം. അവൻ തന്നെയല്ല എന്റെ പണത്തെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് തനിക്ക് ബോധ്യപ്പെടണമല്ലോ. അവൻ ആ പണമെടുത്ത് എന്റെ മുഖത്തെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അവനെ ഞാൻ ബഹുമാനിച്ചനെ. എങ്കിൽ ഒരിക്കലും തന്നെ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു. ആദ്യം തന്നോടുള്ള ഇഷ്ടം, പിന്നെ താൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോ തോന്നിയ പക, അസൂയ, വാശി തോന്നിയപ്പോ ഒന്ന് കളിച്ചു നോക്കിയതാ. പിന്മാറുമായിരുന്നു അവൻ ആണത്തുണ്ടായിരുന്നെങ്കിൽ. കടം വീട്ടാൻ താനും തന്റെ അച്ഛനും കൂടി നെട്ടോട്ട് ഓടുമ്പോ ഞാൻ കൊടുത്ത കാശും വാങ്ങി പോക്കറ്റിലിട്ട് അവൻ അവന്റെ ജോലി നോക്കി പോയി.